മധുരമാം കട്ടിച്ചുട്ട മാപ്പണിയാരമെല്ലാം മധുരമാക്കിയവതർക്ക് മധുരം താൻ സ്വഭാവമല്ലോ. അതും ഇതു എനും ചടങ്ങൾ അറിവാക. അറിവ് തന്തേ അതും ഇതു ഇരണ്ടുമാക അകമ്പൊരുൾ അറിവായി നീയേ. മധുരമാം കട്ടിച്ചുട്ട, മധുര സ്വഭാവമുള്ള ശർക്കര ചേർത്ത് ചുട്ട മാവ് കൊണ്ടുള്ള പലഹാരങ്ങളായ തൻ്റെ സംബന്ധികളെയെല്ലാം മധുരമാക്കിയ അതർക്ക് തൻ്റെ ഗുണമായ മധുരമുള്ളതാക്കി ചെയ്ത ശർക്കരയ്ക്ക് മധുരം താൻ സ്വഭാവമല്ലോ. മധുരമായത് സ്വഭാവമല്ലയോ? അങ്ങനെ അത് ഇത് എന്നീ ജഡങ്ങൾ, അജ്ഞാതം ജ്ഞാതം എന്ന ജഡങ്ങൾ അറിവാക വിളങ്ങുന്നവയായി അറിവെ തന്ന് സ്ഫൂർത്തിയെ കൊടുത്ത് അതും ഇതും ഇരണ്ടുമാക. അജ്ഞാതം ജ്ഞാതം എന്ന രണ്ടും താനാകവേ ബോധരൂപമായി അവയ്ക്ക് വിലക്ഷണമായി അനേകം പൊരുൾ അഹംപദത്തിന്റെ ലക്ഷ്യാർത്ഥം നീയേ, നീ തന്നെയാകുന്നു അറിവായി. ഇങ്ങനെയുള്ള നിന്നെ അനുഭവിച്ചറിയുക. ശർക്കരയ്ക്ക് മധുരം കൊടുക്കുന്നതിന് വേറെ ഒന്നുമില്ലാതെ താനേ മധുര സ്വഭാവമായത് എങ്ങനെയോ അതുപോലെ ആത്മാവിനും അനുഭവ വിഷയത്വം വേണ്ടാതെ താനേ അനുഭവ രൂപമാകുന്നു എന്നതിന് അതു ഇതു ഏനും ജഡങ്ങൾ അറിവാക. അറിവൈ തന്തേ അതു ഇതു ഇരണ്ടുമാക അകമ്പൊരുൾ അറിവായി നീയേ. ജ്ഞാത അജ്ഞാതങ്ങളെ അറിയപ്പെട്ടത് അറിയപ്പെടാത്തത് എന്ന പൊരുൾ. അറിയപ്പെട്ടത് ജ്ഞാത അജ്ഞാതങ്ങളെ അറിയപ്പെട്ടത് അറിയപ്പെടാത്തത് എന്ന പൊരുൾ. സ്വഭാവം സമം കൂടെ ഉണ്ടാകുന്ന ധർമ്മവിശേഷം അതിനാണ് സ്വഭാവമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സ്വാമി എഴുതിയിരിക്കുന്ന ഇതാണ്. അപ്പം ഈ ലോകത്തുള്ള സകലതും ഉള്ളതായിട്ടും പ്രകാശിക്കുന്നതായിട്ടും അതുപോലെ സുഖമായിട്ടും ഇരിക്കുന്നതിന് കാരണം ആ മധുരം ശർക്കര. ആ ശർക്കരയ്ക്ക് സ്വയം സ്വഭാവമായതാണ് മധുരം. ഈ മധുരമാണ് പലഹാരങ്ങളിൽ ചേർത്ത് ഓരോന്നും മധുരമാക്കി വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഈ ആത്മാ തന്നെയാണ് സകലത്തിലും ഇരുന്ന് ഉണ്ടെന്ന് പ്രകാശിച്ച് ആനന്ദമായിരിക്കുന്നത് എന്ന് സാരം. വാസ്തവത്തിൽ അതിൽ ഈ പറയുന്ന ലോകവസ്തുക്കളുടെ സ്വരൂപം, പ്രപഞ്ചത്തിന്റെ സ്വരൂപം പറയുന്നത് അസ്ഥിഭാതി പ്രിയം നാമം രൂപം. ഇതിൽ അസ്ഥിഭാതി പ്രിയം ഇത് ആത്മാവിൻ്റെ സ്വരൂപമാണ്. വാസ്തവത്തിൽ ഈ അസ്ഥിഭാതി പ്രിയത്തെ ഇതിൽ നിന്ന് പിൻവലിച്ചാൽ ഈ നാമരൂപങ്ങൾക്ക് അവിടെ നിലനിൽപ്പില്ല. അവർ പറയുന്ന സ്വർണം ആഭരണങ്ങളിൽ നിന്ന് പിൻവലിച്ചാൽ പിന്നെ ആഭരണത്തിന് നിലനിൽപ്പില്ല. വാസ്തവത്തിൽ ഇതിൻ്റെ നിലനിൽപ്പും വിളക്കവും അതുപോലെ ഇതിൻ്റെ ആനന്ദവും എല്ലാം ഈ തൻ്റെ ആത്മസ്വരൂപത്തിൻ്റെതാണ്. ഇതിനെ ലക്ഷണാവൃത്തിയിൽ അറിയണം. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ഈ മധുരമാം കട്ടിച്ചുട്ട മാപ്പണിയാരമെല്ലാം മധുരമാക്കിയവർക്ക് മധുരം താം സ്വഭാവമല്ലോ. അതും ഇതും എന്നെ ജഡങ്ങൾ. അതൊന്നും ഇതൊന്നും പറയുന്നതെല്ലാം ജഡങ്ങളാണ്, ഇല്ലാത്തതാണ്. ഇതിനെ അറിയുന്ന രൂപത്തിലാണ്. അതും ഇതും അല്ലാതെ അകപ്പൊരുൾ അറിവായി. ഇത് രണ്ടും ലക്ഷണമായി, ഇതിന് രണ്ടിനും വിലക്ഷണമായിരിക്കുന്ന അഹം പൊരുളിനെ നീ അറിയുക എന്ന് പറയും. ഈ 76-ാമത്തെ പദ്യം വായിക്കും. കഴിഞ്ഞാണോ വായിച്ചത്? ഇന്ത നീ തൊമ്പതത്തിന് ഇലക്ഷ്യ പൊരുളാമെന്റും പന്തമിൽ പിരമമേ തൽപദത്തിന് ഇലക്ഷ്യാർത്ഥം അന്തമാം ജീവനീശൻ അവർകളെ വാച്യാർത്ഥം സന്തതം ഭേദമാവർ തമക്ക് ഐക്യം കൂടാതെ. ഇന്ത നീ തൊമ്പതത്തിൽ ഇലക്ഷ്യ പൊരുളാമെന്റും പന്തമിൽ പിരമമേ തൽപദത്തിന് ലക്ഷ്യാർത്ഥം അന്തമാം ജീവനീശൻ അവർകളെ വാച്യാർത്ഥം സന്തതം
ഭേദം ആവാ തമക്കൈക്യം കൂടാതെ. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ തത്വമസി ഉപദേശത്തിലേക്ക് മാറുകയാണ്. കാരണം നമുക്കതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ യഥാർത്ഥത്തിൽ ആ ശർക്കരയായിരിക്കുന്നത് ഈ ആത്മ തന്നെയാണ്. ഇതിൽ എല്ലാത്തിലും മധുരമായിരിക്കുന്നതും പ്രകാശമായിരിക്കുന്നതും ഉള്ളതായിരിക്കുന്നതും ഈ ആത്മാവാണ്. പ്രപഞ്ച വസ്തുക്കളിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിലെ ഉണ്മ അത് ആത്മാവിൻ്റെ സ്വരൂപമാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അധ്യാസം കൊണ്ട്, പരസ്പര അധ്യാസം എന്നാണ് പേര്. ഈ ധർമ്മത്തിന്റെ ധർമ്മിയിലും ധർമ്മി ധർമ്മത്തിലും ആരോപിക്കപ്പെട്ടു. ഇതിനാണ് പരസ്പര വിപരീത അധ്യാസം എന്നാണ് പറയുന്നത്. ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനുണ്ടെന്ന് അർത്ഥം. ശ്രീനാരായണ സ്വാമി എപ്പോഴും പറയും, ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനുണ്ടെന്നാണ് അർത്ഥം. പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രകാശിക്കുന്നു എന്നാണ് അർത്ഥം. കാര്യം അധ്യാസം നടന്നിരിക്കുന്ന വിപരീതമായിട്ടാണ്. ഉള്ളതായ കയറിന്റെ ഉണ്മയെ പാമ്പിന് കൊടുത്തു, ഇല്ലാത്തതായ പാമ്പിന്റെ ഇല്ലായ്മയെ കയറിനും കൊടുത്തു. അപ്പൊ ഇവിടെ ഇപ്പോഴും അധ്യാസം മൂലം സംഭവിച്ചത് കയറില്ല, പാമ്പുണ്ടെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കയറാണുള്ളത്. പക്ഷെ ഇവിടെ നടന്നിരിക്കുന്ന അധ്യാസത്തിന്റെ പ്രകൃതത്തിൽ എന്ത് സംഭവിച്ചു? കയറില്ല, പാമ്പുണ്ടെന്നായി. ഇപ്പൊ നമുക്ക് പാമ്പിനെ കാണാം, അപ്പൊ കയറില്ല. ഈ രൂപത്തിലാണ് ഇപ്പൊ പ്രപഞ്ചമുണ്ട്, ആത്മാവില്ല. ഇതിന് അധിഷ്ഠാനമായിട്ടിരിക്കുന്ന അസ്ഥിഭാതിപ്രിയ സ്വരൂപമായിരിക്കുന്ന ആത്മാവ് ഇപ്പൊ മറയപ്പെട്ടിരിക്കുന്ന പോലെയാണ്. സ്വർണത്തിൽ തീർത്ത മാല അല്ലെങ്കിൽ വള, കമ്മൽ, ഇതൊക്കെ വാസ്തവത്തിൽ ഭേദമായിട്ട് കാണാം അല്ലേ? മാലയും കമ്മലും മോതിരവും എല്ലാം പരസ്പരം ഭേദമുള്ളതാണ്. എങ്ങനെ? നാമം കൊണ്ടും രൂപം കൊണ്ടും ഭേദമുള്ളത്. പക്ഷെ അതിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്നത് സ്വർണ്ണമാണെന്ന് കാണുന്നത് ആണ് ഇവിടെ അദ്വൈത ബുദ്ധി. ഈ അദ്വൈതത്തിലാണ് ജ്ഞാനം ഉണ്ടാവാൻ പോണത്. ജ്ഞാനം അദ്വൈത ദർശനത്തിനെയാണ് ജ്ഞാനം എന്ന് പറഞ്ഞത്. ഇവിടെ ഇപ്പൊ എന്താണ്? ഈ പ്രപഞ്ചം വേറെ, ഞാൻ വേറെ. പ്രപഞ്ചം എന്നിൽ നിന്ന് അന്യമായിട്ട് വേറെ എന്തോ ആണ് എന്നുള്ളതാണ് ആ ഭേദത്തെ ജനിപ്പിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഇതിനെ ആരാഞ്ഞു ചെന്നാൽ ഈ പ്രപഞ്ചമായിരിക്കുന്ന ഞാൻ തന്നെയാണെന്ന് അദ്വൈത ദർശനം ഇതിലുണ്ടാവും. അതിനുള്ള യുക്തികളാണ് വാസ്തവത്തിൽ ഒരു വേദം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഇപ്പൊ എന്താണ് വിക്രമം നടന്നിരിക്കുന്നത്? വാസ്തവത്തിൽ സച്ചിദാനന്ദ സ്വരൂപമായിട്ട് ആത്മാവ് വിളങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ അതിനെ ബോധിക്കാനായിട്ട് നമ്മുടെ കരണങ്ങൾക്കുള്ള ശുദ്ധി കുറവുണ്ട്. ആ ബുദ്ധിയും മനസ്സും ചിത്തവും ഈ അഹങ്കാരവും, ഈ 4 കരണങ്ങളില്ല. ഇതിന് ശുദ്ധിയില്ല. ഇതിനെ ശുദ്ധിയാക്കലാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ താൻ ആത്മസ്വരൂപം എന്നുള്ളത് ഒരിക്കലും മാറിയിട്ടില്ല, കളങ്കപ്പെട്ടിട്ടില്ല, ഒന്നിനത് ബാധിക്കുന്നില്ലത്. അത് അങ്ങനെ തന്നെ ഇരിക്കുന്നു. നീ ആ ബ്രഹ്മം തന്നെ എന്ന് ഉപദേശിക്കുമ്പോൾ ആ ശിഷ്യൻ എങ്ങനെ അതിന്റെ പ്രതിജ്ഞ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ആ ശിഷ്യന്റെ കരണശുദ്ധി ഉള്ളത് കൊണ്ട് ആ ആളിന് ആ അനുഭവത്തിൽ ഇരിക്കുന്ന അത് തോന്നും. വാസ്തവം എന്ന് കാണും. ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ തത്വമസി ഉപദേശത്തിലേക്ക് വന്നു. യഥാർത്ഥത്തിൽ ഈ നീ തൊമ്പതത്തിന് ലക്ഷ്യപ്പൊരുളായിട്ടിരിക്കുകയാണ്. ഈ നീ, അതായത് ഈ ശർക്കര തൊമ്പതത്തിന് ലക്ഷ്യപ്പൊരുളായിട്ടാണ് ഇരിക്കുന്നത്. ലക്ഷ്യപ്പൊരുളെന്ന് വെച്ചാൽ ലക്ഷ്യമെന്നും വാച്യമെന്നും ഒരു പദത്തിന് അർത്ഥം 2 രൂപത്തിലുണ്ട്. ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിന്റെ പരമ്പര സംബന്ധത്തെ ലക്ഷ്യം എന്ന് പറയും. വാച്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു സമുദായ അവസ്ഥ. ഇങ്ങനെയാണ്. അപ്പം ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിന്റെ ഉപാധി നീക്കി ആ ചൈതന്യ സ്വരൂപത്തെ മാത്രമായിട്ട് അറിയുന്നതിനെയാണ് ലക്ഷ്യമായിട്ട് അറിയുന്നു. ലക്ഷ്യപ്പൊരുൾ എന്ന് പറയുന്നത് ആ ഉപാധികളെ ഓട് ചേർത്ത് ഇതിനെ അറിയുന്നതിനെയാണ് വാച്യപ്പൊരുൾ എന്ന് പറയുന്നത്. ഇവർ പറയുന്നു, നീ നേരത്തെ പറഞ്ഞ ആ നീ, ഈ ആത്മാ തൊമ്പതത്തിന് ലക്ഷ്യമായിട്ടിരിക്കുകയാണ്. അതുപോലെ ബന്ധമിൽ പിരമമേ തൽപദത്തിന് ലക്ഷ്യാർത്ഥം. ഈ തൽപദം എന്ന് പറഞ്ഞ ഈശ്വര, അതിന് ലക്ഷ്യാർത്ഥമായിട്ടാണ് ബ്രഹ്മമെന്ന് ഉള്ളതിരിക്കുന്നത്. ഇത് തൊമ്പതവും തൽപദവുമായിട്ടുള്ള വ്യത്യാസം എന്തിനാണ് കൃഷ്ണ? വെഷ്ടി സമഷ്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൊമ്പതെന്ന് വെച്ചാൽ ജീവൻ, വെഷ്ടി. തൽപദം എന്ന് വെച്ചാൽ ഈശ്വരൻ, സമഷ്ടി.
സമഷ്ടി വെഷ്ടി ഭേദത്തിനെയാണ് 9 തൽപദം എന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം ആ 9 ലക്ഷ്യമായിട്ട് ഇരിക്കുന്നതും ആ തൽപദ ലക്ഷ്യമായിട്ട് ഇരിക്കുന്നതും ഒരേ ബ്രഹ്മം തന്നെയാണ്, ഒരേ ചൈതന്യം തന്നെയാണ്. പക്ഷെ 9 എന്ന് പറയുമ്പോൾ ആ ജീവന്റെ ഉപാധികളാണ്. ആ ഉപാധികളെ നേതി ചെയ്ത് അതിന്റെ അവധിയിൽ ഉണ്ടായ ദുർവികൽപ്പ സമാധിയിൽ തെളിഞ്ഞ ആ ചൈതന്യവും ശേഷവും, അതുപോലെ തൽപദം ഈശ്വരഭാവത്തിലേക്ക് വന്നു. അത് സമഷ്ടിയായിട്ടിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്തും ഇരിക്കുന്നത് ആ ബ്രഹ്മം തന്നെയാണെന്ന് ഐക്യം ജയിക്കുന്നതാണ് തത്വമസി ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്ന് നീ 9 ഇലക്ഷ്യ പൊരുളാമെന്നും ബന്ധമിൽ പിറമമേ തൽപദത്തിന് ഇലക്ഷ്യാർത്ഥം അന്തമാം ജീവനീശൻ ഇവർകളെ വാച്യാർത്ഥം സന്തതം വേദം ഇവർക്ക് ഐക്യമെൻപത് കൂടാതെ. കാരണം ഈ വാച്യാർത്ഥങ്ങൾക്ക് ഒരിക്കലും ഐക്യം ഉണ്ടാവില്ല. കാരണം എന്തെന്നറിയാമോ? ജീവന്റെ വാച്യാർത്ഥമാണ് കർത്തൃത്വ, ഭോക്തൃത്വ, രാഗദ്വേഷത്വ, അഭിമാനത്വ, കിഞ്ചിഞ്ചത്വ സ്വരൂപം. ഈശ്വരന്റെ ഉപാധി അങ്ങനെയല്ല. സർവജ്ഞത്വ, സർവ കല്യാണ ഗുണങ്ങളാണ്. എല്ലാം കല്യാണ ഗുണങ്ങളാണ് ഈശ്വരൻ പറയുന്നത്. ഈ കല്യാണ ഗുണമുള്ള ഈശ്വരന്റെയും ഈ ഹീന ഗുണമുള്ള ജീവന്റെയും ഉപാധികളോട് ചേർന്ന് ഇതിന് ഐക്യം പറയാൻ പറ്റില്ല. ഒന്ന് വലുതാണെങ്കിൽ ഒന്ന് ചെറുതാണ്, അതിൽ ഐക്യമില്ല. ഒന്ന് ഹീനമെങ്കിൽ ഒന്ന് കല്യാണമാണ്, അതിൽ ഐക്യമില്ല. തങ്ങൾ ചേരില്ല. പരസ്പരം ചേർച്ചയില്ലാത്ത രൂപത്തിലാണ് ഇതിന്റെ വാച്യപ്പൊരുൾ നിൽക്കുന്നത്. ഈ ജീവന്റെയും ഈശ്വരന്റെയും വാച്യമായിരിക്കുന്നത് പരസ്പരം ഭേദത്തോടുകൂടി നിൽക്കുകയാണ്. വാസ്തവത്തിൽ ഇതിനെയാണ് നോക്കിയിട്ട് നമ്മൾ ഭേദത്തെ കൽപ്പിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ജഡമാണ്. ഈ ഉപാധികളെല്ലാം ജഡങ്ങളാണ്. ജഡങ്ങൾ എന്ന് വെച്ചാൽ ശാശ്വതമായ ഒരു സ്ഥിതി ഇല്ലാത്തതിനെയാണ് ജഡം എന്ന് പറയുന്നത്. ഇതിനൊരു നിലനിൽപ്പുണ്ടോ? ഇല്ല. ഈ മായാകാര്യങ്ങൾക്കൊരു നിലനിൽപ്പുണ്ടോ? ഇല്ല. അതുപോലെ ഇതിന് സ്വയം പ്രകാശമുണ്ടോ? ഇല്ല. ഇതിനെവിടുന്ന് പ്രകാശം? ഇത് സൂര്യൻ പ്രകാശിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ മരത്തിനെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പൊ സ്വയം പ്രകാശം ഈ മരത്തിനുണ്ടോ? ഇല്ല. സൂര്യനിലേക്ക് വരട്ടെ. അതുപോലെ സുഖമാണ്, ആനന്ദമാണ്, അത് ഈ ജഡവസ്തുക്കൾക്കുണ്ടോ? ഇല്ല. പിന്നെ അതിലുണ്ടെന്ന് നമുക്ക് എങ്ങനെ തോന്നുന്നു? കൽപ്പിച്ച് അനുഭവിക്കുകയാണ്. അത് ഉണ്ടെന്നും ഒരു കൽപ്പന, അത് വിളങ്ങുന്നു വേറൊരു കൽപ്പന, അത് സുഖമാണെന്ന്, അത് കൊള്ളാമെന്ന് വേറൊരു കൽപ്പന. ഇങ്ങനെ 3 കൽപ്പന നമ്മൾ തന്നെ അതിൽ ആരോപിച്ച് കണ്ടാണ് ഇതിൽ സുഖം അനുഭവിക്കുന്നത്. ഇതിൽ കൊള്ളാമെന്നും ഉണ്ടെന്നും സുഖം പ്രകാശിക്കുന്നുവെന്നും ആനന്ദമായി. ഇതാണ് ഈ 3 ആത്മാവിന്റെ സ്വരൂപം. ഈ ആത്മസ്വരൂപത്തെ അതിൽ കൽപ്പിക്കുകയാണ്. അത് കൽപ്പിച്ചിട്ട് അതുണ്ട്. പക്ഷെ ഈ സമയത്ത് അതിന്റെ സ്വരൂപത്തെ താനും എടുക്കുകയാണ്, താനും വഹിക്കുന്നെന്നാണ് പറയുന്നത്. ഇതിന് ധർമ്മ ഭേദം കൽപ്പിക്കുന്നു. ധർമ്മമായി, ധർമ്മം ധർമ്മിയായി. ഈ രൂപത്തിലാണ് പ്രപഞ്ച വസ്തുക്കളെല്ലാം ഉണ്ടെന്നും പ്രകാശിക്കുന്നെന്നും സുഖമെന്നും തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഇത് വിപരീത അധ്യാസം കൊണ്ടാണെന്നാണ് ഈ പറയുന്ന ശാസ്ത്രത്തിന്റെ ആഹ്വാനം. അവർ പറയുന്നു, വാസ്തവത്തിൽ ഈ കൽപ്പന ഇതിൽ നിന്ന് പിൻവലിച്ചാൽ ഇത് ജഡമാണ്. വാസ്തവത്തിൽ ഇങ്ങനെ ഒന്നില്ല. അതാണ് സത്യം. കൽപ്പനയാണ് ഇതിനെ സജീവമാക്കി നിർത്തിയിരിക്കുന്നത്. ഇതിന് ജീവൻ കൊടുത്തിരിക്കുന്നത് ഈ ഞാനാണ്. ഇല്ലെങ്കിലോ ഈ കൽപ്പന വിട്ടു കഴിഞ്ഞാലോ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, അതിന് പശുവുണ്ടോ? അത് ഇല്ല. നിങ്ങൾക്ക് പശുവുണ്ടോ? ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? ഉണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും ഈ റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ ഇതിൽ വളർന്നു കിടക്കുന്ന പുല്ലിന് അജയം കാണില്ല. കാരണം അജയന് അത് സംബന്ധിച്ച് ഒരു സങ്കല്പമില്ല. കാരണം ആ സങ്കല്പം ഉണ്ടായതിന് കാരണം നമുക്കൊരു പശുവുണ്ട്, അതിന് കുറച്ച് പുല്ല് കൊടുക്കണമെന്നുള്ള മുൻധാരണയോടുകൂടി നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പോകുമ്പോൾ നമുക്ക് 2 വശത്തായിട്ട് ഇത് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു ധാരണയില്ല, അങ്ങനെ ഒരു സങ്കല്പമില്ലെങ്കിൽ ഈ പുല്ലുണ്ടെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മളെ സംബന്ധിച്ചില്ല. നമ്മളെ സംബന്ധിച്ചാണ്. വേറൊരാളിനെ സംബന്ധിച്ച് ഇവിടെ ഒരു പ്രശ്നമേ അല്ല. നിനക്കെങ്ങനെ? നിന്റെ അനുഭവം പറ. ഇതാണ് വേദം പറയുന്നത്. ഇല്ല. അപ്പൊ ഉണ്ടെന്ന്
വന്നത് ആ സങ്കല്പമാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അജയൻ ആ സങ്കല്പമില്ല. അജയനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പുല്ലുമില്ല. സങ്കല്പം ഉണ്ടെങ്കിൽ അതുണ്ട്. അപ്പം ഇതാണ് വാസ്തവത്തിൽ ഈ പ്രപഞ്ചം ഒരു സങ്കല്പ സൃഷ്ടിയാണ്. എല്ലാവരും എല്ലാം ഒന്നും കാണില്ല. 10 പേരെ കൊണ്ട് നിർത്തിയ 10 പേരും 10 കാര്യങ്ങളായിരിക്കും കാണുന്നത്. ഏതാണ് അവരുടെ ഉള്ളിലെ താല്പര്യമാണ് സങ്കല്പ രൂപമായിട്ട് അതിനെ കാണാൻ പ്രേരകമായി നിൽക്കുന്നത്. ഇതില്ലെങ്കിൽ അവർ മഹത്തുക്കൾ പറയുന്നു, മഹത്തുക്കൾക്ക് ഈ ആഗ്രഹം മുഴുവൻ ഒഴിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സങ്കല്പവും ഇല്ല ഇതിലൊന്നും. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം അവരെ സംബന്ധിച്ച് ഒന്നിൽ ഇല്ലെന്ന് പറയാം, അല്ലെങ്കിൽ അവരുടെ സ്വരൂപമായിട്ട് പറയാം. ഇല്ലെന്ന് പറയുന്നത് പോലെ തന്നെയാണ് എല്ലാം ഞാനായിട്ടിരിക്കുന്നു, സർവം ഖലു ഇതം ബ്രഹ്മ എന്നുള്ളതാണ്. 2 രൂപത്തിലാണ് ഇത് കളയുക. നമ്മുടെ മന്ദാധികാരികൾ ഇത് നിഷേധിക്കുക, ഇത് ഇല്ലെന്നാക്കി കളയുക. മഹത്തുക്കളെ സംബന്ധിച്ച് ഇത് ഉണ്ടോ ഇല്ലയോ അവർക്ക് അതിലൊരു മുൻവിധിയില്ല. ഒരിക്കൽ ഒരു സ്വാമിയോട്, നാരായണ ഗുരുദേവനോടാണോ എന്നൊരു സംശയം അവരോട് ചോദിച്ചു, സ്വാമി വാസ്തവത്തിൽ ഈ ലോകം ഉണ്ടായിട്ടുണ്ടോ സ്വാമി? ഇല്ലെന്ന് പറയാൻ പറ്റില്ല, കാരണം കാണാനല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് തന്നെയാണ് എന്റെയും ഒരു സംശയം. ഇല്ലെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. എന്താണെന്നറിയാമോ, ഇവൻ പക്വനല്ല. ഇവ പിന്നെ ചോദിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഭയങ്കരമായ വ്യവഹാരം ഉണ്ടാവും. അതുകൊണ്ട് അതിനനുസരിച്ച് അവർക്കറിയാം ഇത് വാസ്തവത്തിൽ ഒരു സങ്കല്പമാണ്. ഇത് ഞാൻ തന്നെയാണ് ഇതിനെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ആള് ഞാൻ തന്നെയാണ്. എൻ്റെ വാസനയാണിത്. ഈ വാസനാ വിശേഷമാണ് ഈ ലോകമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ധരിക്കാൻ വേണ്ടിയാണ് അവർ പറഞ്ഞത്. ഇതിനോടൊക്കെയുള്ള ഭ്രമ വിട്ട് കഴിഞ്ഞാൽ, ഇതിലെ ആഗ്രഹം പൂർണ്ണമായിട്ടും ഇല്ലാതായി കഴിഞ്ഞാൽ, പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് അത് ഒരു ഹാർഡ് ചെയ്യുന്നില്ല, നമ്മൾ അത് ഉപദ്രവിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് പറഞ്ഞത് ഇതെല്ലാം ഞാൻ തന്നെയാണ്. ഇപ്പൊ എൻ്റെ കൈ എന്നെ ഉപദ്രവിക്കുമോ? ഇല്ലല്ലോ. ഇനിയിപ്പോ ഒരു പക്ഷെ ഇങ്ങനെ കയറി തട്ടിയാലും അതൊരു ഉപദ്രവമല്ലല്ലോ. അപ്പൊ ഈ രൂപത്തിലാണ് ഇതെല്ലാം ഞാൻ തന്നെയാണ്, സർവ്വതും ഈ ആത്മാവ് തന്നെയാണ്, സർവ്വതുമായിട്ട് വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈശാവാസ്യം ഇതം സർവ്വം എന്നൊക്കെയുള്ള ആ ശ്രുതികളെല്ലാം ഇതിന്റെ പോഷകമായിട്ട്, ഇതിനെ പോഷിപ്പിക്കാനായിട്ട് വിഭക്തികൾ ഉണ്ടാക്കിയതാണ്. എല്ലാം ഈശ്വരമയം. അത് രണ്ടാമത്തെ കാഴ്ചപ്പാടാണ്. ആദ്യത്തെ കാഴ്ചപ്പാട് നമ്മൾ പഴകാനുള്ളത് ഇത് വിദ്യയാണെന്നുള്ളത്. ഈ പ്രപഞ്ചം വിദ്യ, ബ്രഹ്മസത്യം ജഗത് വിദ്യ നമ്മൾ പഴകും. അനുഭവം വന്നതിന് ശേഷം ബ്രഹ്മസത്യം ജഗത് ബ്രഹ്മ എന്നുള്ള അനുഭവം. സർവ്വതും ബ്രഹ്മം തന്നെയാണ്. മാലയായിട്ടും കമ്മലായിട്ടും ഒരു ഭ്രമത്തെ ഉണ്ടാക്കി നിന്ന സമയത്തും അതിൽ ഭ്രമിക്കത്തക്ക ഒന്നുമില്ല എന്ന് അറിയിച്ചുകൊണ്ട് സ്വർണം അതിലിരിക്കുകയാണ്, അല്ലെ? അതിനകത്തുനിന്ന് സ്വർണത്തെ പിൻവലിച്ചാൽ ഈ മാലയെന്നും കമ്മലെന്നും ഉള്ളത് എവിടെ പോയി? അതിന് നിലനിൽക്കൊണ്ടോ? വസ്തുത അത് ഏകമായ സ്വർണം തന്നെയാണ്. പല നാമരൂപങ്ങളായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെയാണ് അദ്വൈത ബുദ്ധി എന്ന് പറയുന്നത്. അദ്വൈതം. ഈ അദ്വൈതമാണ് വാസ്തവത്തിൽ ജ്ഞാനത്തിനെ പ്രസവിക്കുന്നത്. അദ്വൈത ദർശനം ജ്ഞാനം എല്ലാം ആ ആത്മാവെന്ന് കാണുന്ന ആ ബുദ്ധിയെയാണ് ശാസ്ത്രം നമുക്ക് പഠിപ്പിക്കുന്നത്. നമുക്കിപ്പോൾ ഭേദമായിട്ട് കാണണം. ഇപ്പൊ അജയൻ വേറെ, നിങ്ങൾ വേറെ, ഞാൻ വേറെ. എന്തുകൊണ്ട്? നമ്മൾ നോക്കുന്ന ഈ രൂപത്തെയും നാമത്തെയുമാണ്. ഇതിനൊക്കെ ആധാരമായി നിൽക്കുന്ന ആ ജീവൻ ഒന്ന് തന്നെയാണ്. ആ പരമാത്മ ഏകമാണ്. ഇതിനെയാണ് അവർ പറയും പ്രവിലാപ ദൃഷ്ടി എന്നാണ് ഇതിന്റെ പേര്. മഹത്തുക്കൾ ഈ ദൃഷ്ടിക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ട്, വികാര ദൃഷ്ടി. ഇതാണ് നമ്മൾ സാധാരണ കാണുന്ന വികാര ദൃഷ്ടിയാണ്. ഈ വികാര ദൃഷ്ടിക്ക് ഇതെല്ലാം ഭേദം തന്നെയാണ്. അത് വേറെ, ആ മരം, ഇത് പുളിമരം, അത് ആഞ്ഞിലി മരം, ഇത് പ്ലാമരം, ഇത് പ്രസന്നൻ, അത് ഉണ്ണി, ഭേദം തന്നെയാണ്. സർവത്ര ഭേദമാണ്. പക്ഷേ ആ പ്രവിലാപ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉപാധി നീക്കി ഇതിന്റെ ആ ചൈതന്യാംശത്തെ മാത്രം കാണുന്ന വിധത്തിൽ എല്ലാം ഏകമായിരിക്കുന്ന ആത്മാ തന്നെയാണെന്നുള്ള ദർശനം.
ഇതാണ് ദർശനം. അവരുടെ മഹൽ ദർശനമാണ്. അവരെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത് അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? സകല ഭ്രമങ്ങൾ പോയി മനസ്സ് ശാന്തമായി ആ സമാധി ഏർപ്പെട്ടു. ഇത്ര തന്നെ അവർക്ക് സംഭവിച്ചു. വേറെ ഒന്നുമില്ല. നമ്മളിരിക്കുന്ന പോലെ തന്നെ അവരും ഇരിക്കും. പക്ഷെ അവർക്ക് ഇതൊന്നും അവരെ ബാധിക്കുന്ന വിധത്തിലല്ല. ഒന്നും ബാധിക്കാത്ത വിധം താമരയിലെ തണ്ണീർ പോലും ജഗത്തോടും കൂടി വാഴുക. താമരയിലയിൽ വെള്ളം നിന്ന ആ വെള്ളം താമരയിൽ പറ്റാതെ നിൽക്കുന്ന പോലെ ഈ മതത്തുകൾ ഇതെല്ലാം നിന്നാലും അവരെ ബാധിക്കുന്നില്ല. നമ്മൾ ബാധിക്കുന്നു എന്നിടത്താണ് ആ ജീവനായിട്ട് അധപതിച്ച് നിൽക്കുന്നത്. ഇത് ബാധിക്കുന്നില്ല എന്ന് വരികയാണെങ്കിൽ നമ്മൾ ആ ഈശ്വര സ്റ്റേറ്റ് വേറെ പറഞ്ഞാൽ ആ പരമാർത്ഥ സ്വരൂപത്തിലേക്ക് മാറി. ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല, നമ്മളെ പോലുള്ള ആളുകൾ. പക്ഷെ അവർക്ക് തൽപത സ്ഥിതിയുണ്ടായി. തൽപത സ്ഥിതിയാണ് അവർക്കുണ്ടായത്. ജ്ഞാനം ഉണ്ടായ ഉടനെ തൽപത സ്ഥിതി ഉണ്ടാകും. തൽപതം എന്ന് വെച്ചാൽ ഈശ്വരത്വം. ആ ഈശ്വരത്വം ഇതിൽ വന്നു കഴിയാൻ തുടങ്ങും. അതോടുകൂടി നിറവായി. നിറവെന്ന് വെച്ചാൽ പൂർണ്ണരാണ് അവരെ സംബന്ധിച്ച് ഒന്നും തന്നെ അവരെ ബാധിക്കുന്നില്ല. കാരണം അവർ പൂർണ്ണരാണ്. അത് പറഞ്ഞില്ലേ, അപ്പൊ ആ പൂർണ്ണത്തിൽ നിന്ന് കുറച്ച് എടുത്താലും പൂർണ്ണം തന്നെ, പൂർണ്ണത്തിലേക്ക് കുറച്ച് കൊടുത്താലും പൂർണ്ണം തന്നെ, എന്ത് ചെയ്താലും പൂർണ്ണം എന്നുള്ള ആ ഒരു നിലയിൽ നിന്ന് മാറാത്തവരാണ്. അതാണ് തൽപത നിലയിലേക്ക് മാറിപ്പോയി. ഈശ്വരത്വം, ആ ഈശ്വരത്വം ഇതിൽ വന്ന് നിറയണം. ഇതിനാണ് ജ്ഞാനം ഉണ്ടായി പറയുന്നത്. ഈശ്വരത്വം ഇതിൽ വന്ന് നിറയണം. അവരെ സംബന്ധിച്ച് സർവ്വതും ഈശ്വരമയമായിട്ടുള്ള അനുഭവവും ആനന്ദത്തിൽ കുളിച്ച നിലയും ഒക്കെ ആയിട്ട് അവർ ഈ ലോകത്ത് വർദ്ധിക്കും. ചിലർ അതിൽ തന്നെ ആരൂഢൻ, അർദ്ധാരൂഢൻ എന്നൊക്കെ പറഞ്ഞ് ചില തട്ടുകളുണ്ട്. ചിലർ അതിൽ ചെറിയ ചില പോരായ്മകളുണ്ട്. അവർ പറഞ്ഞ കണക്ക് വീണ്ടും 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 ശ്രവണമന നിത്യാസനങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്ന് അവർ ഇതിൽ സ്ഥിരപ്രതിഷ്ഠ നേടും. ഇതിൽ പ്രതിഷ്ഠ നേടുന്നതിലേക്കാണ് പിന്നീടുള്ള അവരുടെ ശ്രമം. ലോകവിഷയങ്ങളെല്ലാം എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിച്ച് ഈ അജ്ഞാനികൾ വരുമ്പം ഇതെല്ലാം തുച്ഛമെന്നെടുത്ത് അവരും ഇതിൻ്റെ ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വരവോ പോക്കോ അവരെ ബാധിക്കുന്നുമില്ല. മനസ്സിലായില്ലേ? വാസ്തവത്തിൽ ഈ ലോകം ഒരു ജ്ഞാനിക്ക് വേണ്ടി സൃഷ്ടിച്ചത്. കാരണം എന്താണെന്നറിയാമോ? അവരാണ് ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ഈ ലോകത്തിന്റെ. അജ്ഞാനികൾ ഇത് ആഗ്രഹിച്ച് ഇപ്പൊ ഒരു സെന്റ് കിട്ടും, അല്ലെ 5 സെന്റ് കിട്ടും, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചവരുണ്ടാകും. ഇത് സർവ്വം അവരുടെ വകയാണ്. ഈ ഭൂമി വാസ്തവത്തിൽ ഇതെല്ലാം ഈശ്വര സൃഷ്ടിയെല്ലാം ഈശ്വരത്വം വന്നവർക്കുള്ളതാണ്. അവർക്കൊന്നും പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ശിർഡിയിൽ നമ്മൾ വിക്രമനെ ഓർമ്മിച്ചപ്പോഴാണ് ശിർഡിയിൽ സ്വാമിയെ ഓർമ്മ വന്നത്. 7-8 വയസ്സുള്ള ഒരു കുട്ടി വന്ന അവിടെ ഒരു കല്ലിന്റെ പുറത്ത് കയറി. അപ്പോൾ അവിടെ വെറും സാധാരണക്കാർ പാവങ്ങൾ, ദാരിദ്ര്യം പിടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ പലരും ഈ കുട്ടിയെ നോക്കി, പലരും ശ്രദ്ധിച്ചു ഈ കുട്ടി ആഹാരം കഴിക്കുന്നുണ്ടോ. അമ്മമാർക്ക് തോന്നി ഈ കുട്ടി ആഹാരം കഴിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. അങ്ങനെ ചിലര് ചോദിച്ചു, എന്തൊക്കെ സംസാരിച്ചു, ഒന്നും പറയില്ല. ഏത് ഭാഷയെന്ന് അറിഞ്ഞൂടാ, എവിടെ നിന്ന് വന്നെന്ന് അറിഞ്ഞൂടാ, എന്താണെന്ന് ഒന്നും അറിഞ്ഞൂടാത്ത ഒരു കോമള ബാലൻ, നല്ല അഴകാണ് കാണാൻ. നല്ല അങ്ങനെ അവരെന്ത് ചെയ്തു, ഓരോ വീട്ടുകാരായിട്ട് ആഹാരം കൊണ്ടുവന്ന് വയ്ക്കാൻ തുടങ്ങി. ചുറ്റും ആഹാരമാണ്, ആഹാര സാധനങ്ങളാണ് ചുറ്റും. മക്കളെ എന്തെങ്കിലും ചെയ്താൽ അതെ ആ ഈശ്വരപരമായിട്ട് നിന്നപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ ഇതെല്ലാം ഈ വിഭൂതികളെല്ലാം ആ ഈശ്വരൻ അവിടെ കൊണ്ട് നിരത്തി കൊടുക്കും. അതല്ലേ സംഭവിച്ചത്? അതാണ് പറഞ്ഞത്, ഈശ്വരത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതാണ് ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ ലോകം മുഴുവൻ അവർക്ക് അധീനമാണ്. അവരുടേതാണ് ഈ ലോകം. അവരൊന്നും ചെയ്യണ്ട. അവർ അയ്യോ ഒന്നും ചെയ്തില്ല, കുഞ്ഞൊരു കുപ്പ പോലും എടുക്കണില്ല. ഈ കുട്ടിയെ സംബന്ധിച്ച് അതും പിന്നെ തള്ളായി. ഞാൻ വെച്ച ആഹാരം എടുക്കണം, ഞാൻ വെച്ച ആഹാരം എടുക്കുന്നത് പ്രാർത്ഥനയായി. ഇവർ ചുറ്റാക്കാൻ നിൽക്കുന്നത് എല്ലാം അറിഞ്ഞുകൊണ്ട് ഏതോ ഒന്നെടുത്ത് ഒരു എണ്ണ എടുത്ത് കഴിച്ചിട്ട് കളയും. പിന്നെ
പറഞ്ഞൊന്ന് മനസ്സിലായ ഈശ്വരത്വം വന്നാൽ ഈ പ്രപഞ്ചം, ഈ ഈശ്വരന്റെ വിഭൂതികളെല്ലാം അവർക്ക് വന്നെങ്കിൽ നിറയും. അവർക്ക് വേണ്ട, പിന്നെ വേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവര് ഈ പറഞ്ഞു വരുന്നത് എന്താണ്? ആ ഈശ്വരത്വം ഇതിലുണ്ടാവണം, അതാണ് ജ്ഞാനം ഉണ്ടാവണം എന്ന് തന്നെ പറയും. അതിന് വേണ്ട എന്താണ്? ഈ ഉപാധികളെ മാറ്റി ആ ശുദ്ധ ചൈതന്യ മാത്രത്തെ ലക്ഷണാവൃത്തിയിൽ അറിയണം. ഇപ്പൊ നമ്മളെപ്പറ്റി പറയാണ് ഈ ദേഹം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, പ്രാണൻ, ഈ 7 ഉപാധികളാണ്. ഈ 7 ഉപാധികളും ഇതിൽ ഭേദത്തെ ഉണ്ടാക്കിയിരിക്കുക. ഈ ഉപാധികളെ നീക്കിയാൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ അവർ പറഞ്ഞു ചൈതന്യം മാത്രമായി ആത്മാവ് ഇതിൽ പ്രകാശിക്കുന്നു. ഈ ആത്മാവിലാണ് ഈ ഉപാധികൾ തോന്നുന്നതാണ്. കാരണം തോന്നുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? ജാഗ്രതത്തിൽ ഈ ശരീരം തോന്നുന്ന ഈ ശരീരം സ്വപ്നത്തിലില്ല. സ്വപ്നത്തിൽ ഈ ശരീരം ആർക്കും തോന്നുന്നില്ല. ഈ സ്ഥൂല ശരീരം സ്വപ്നത്തിൽ ആർക്കും ഇല്ല. സ്വപ്നത്തിൽ കരുതി കൂട്ടി കൽപ്പിച്ച് ഒരു ശരീരം അവിടെ അനുഭവിക്കുന്നു, പക്ഷെ അത് സുഷുപ്തിയിൽ പോകുമ്പോൾ അതില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് തോന്നലായിട്ടിരിക്കുന്നു. ആത്മാവ് മാത്രം സദാ ഉള്ളത്. അതിൽ ജാഗ്രത ശരീരം തോന്നുന്നു, സ്വപ്ന ശരീരം തോന്നുന്നു, സുഷുപ്തി ശരീരം തോന്നുന്നു എന്ന് പറയാൻ കാരണം മാറിപ്പോകുന്നു. സുഷുപ്തിയിൽ സുഷുപ്തി ശരീരം കാരണം ശരീരം തോന്നും, സ്വപ്നത്തിൽ സ്വപ്ന ശരീരം തോന്നും, ജാഗ്രതത്തിൽ സ്ഥൂല ശരീരം തോന്നും. ഇത് 3ഉം കൂടെ എപ്പോഴും തോന്നുന്നില്ല. മാറി 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 ഇത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രദർശനമാണ് നടക്കുന്നത്. ഏതില്? ആത്മാവിലൊരു പ്രദർശനമാണിത്, വാസ്തവമല്ലെന്ന്. എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ആ ശുദ്ധമായ ആ ബോധത്തെ സാക്ഷാത്കരിക്കാനാണ്. അതാണ് വാസ്തവത്തിൽ നീ എന്ന് പറഞ്ഞ് വേദന നിൽക്കുകയാണ്. അതാണ് ഇന്ന് നീ തൊമ്പതത്തിൽ ലക്ഷ്യ പൊരുളാമെങ്കിലും, ഇതിന്റെ എല്ലാം ലക്ഷ്യമായിരിക്കുന്നത് നീയാണ്. ആ നീ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ദേഹമോ ഇന്ദ്രിയമോ മനസ്സോ ബുദ്ധിയോ ചിത്തമോ അഹങ്കാരമോ പ്രാണനോ അല്ല. ഇതിൽ നിന്ന് വ്യതിരിക്തമായ ആ ശുദ്ധ ചൈതന്യം മാത്രമാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്താലും ഇതിൽ വിചാരമുണ്ടായി വരുന്ന കാലം വരെ ഇത് എന്തോ പോലെയൊക്കെ തോന്നിക്കൊണ്ടിരിക്കും. വിചാരമുണ്ടായി വന്നാൽ അവർക്ക് ഈ മനനം ചെയ്ത് ഇതിന്റെ അവധിയിൽ നിൽക്കാൻ അവർ ശ്രമിക്കും. ശ്രമിച്ചു കഴിഞ്ഞാൽ ക്രമത്തിൽ വസ്തുതന്ത്രമായിട്ട് ഈ ജ്ഞാനം അതിൽ ഉണ്ടാകും. ജ്ഞാനം വസ്തുതന്ത്രമാണ്. ജ്ഞാനം നമ്മൾ ഉണ്ടാവണതല്ല. പക്ഷേ കർത്തൃതന്ത്രമായിട്ട് ഈ ഉപാധി നേരി നമുക്ക് ചെയ്യാം. ഇത് ഞാൻ ഈ ദേഹം കാണുന്നത് കൊണ്ട് ഈ ദേഹം ഞാനല്ല. ഈ മനസ്സ്, ഈ പ്രാണൻ ഞാൻ എന്നാൽ അറിയപ്പെടുന്നു, അതുകൊണ്ട് ഈ പ്രാണൻ ഞാനല്ല. ബുദ്ധി, മനസ്സെന്ന് വെച്ചാൽ സങ്കല്പങ്ങൾ, ഈ സങ്കല്പം ഇതിൽ വരുന്നത് ഞാൻ അറിയുന്നു, എന്നാൽ അറിയപ്പെടുന്നു, അതുകൊണ്ട് ഈ സങ്കല്പം ഞാനല്ല, ഈ മനസ്സ് ഞാനല്ല. ആ ബുദ്ധി ഞാനല്ല. നിശ്ചയങ്ങൾ വരുന്നത് എനിക്കറിയാം, നിശ്ചയാത്മക ബുദ്ധി, അതൊന്നും ഞാനല്ല. ഇങ്ങനെ ഇതിനെയെല്ലാം ഞാൻ ഇതെന്ത് എന്നുള്ള ആ നേതി പ്രക്രിയയിലൂടെ ഇതിനെ നേതി ചെയ്ത് ഇതിന്റെ അവധിയിൽ അങ്ങനെ നിൽക്കുന്നതിനെയാണ് സവികൽപ്പ സമാധി പഴകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. സവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ മനസ്സ് ഈ പറഞ്ഞ 7 ഉപാധികളെയും നേതി ചെയ്ത് ഈ 7 ഉപാധി സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങൾ അറ്റ് ഇരിക്കുന്ന ഒരു നിലയാണ് എന്തു പറഞ്ഞത്? ഈ ഉപാധി നേതി ചെയ്ത് അതിന്റെ അവധി എന്ന് പറഞ്ഞത്. ഈ അവധിയിൽ ഇരിക്കാൻ മാത്രമേ നമ്മളെ സംബന്ധിച്ച് സാധിക്കൂ. അതിന് ശേഷമുള്ള കാര്യം വസ്തുതന്ത്രമായിട്ട് ആ ഗുരു പ്രകാശിപ്പിക്കുകയാണ്. ആ ഗുരു ഈ ജ്ഞാനത്തെ അനുഗ്രഹിക്കുകയാണ്, ജ്ഞാനം കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. പിന്നീട് അതുവരെ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഗുരുവിന്റെ അനുഗ്രഹം അവിടെ വരും. അതല്ലെങ്കിൽ വീണ്ടും മനസ്സ് അവിടെ കൂടെ അടിയിൽ കൂടെ കയറി വന്ന് അത് വേണ്ട വിപ്ലവങ്ങൾ അവിടെ ഉണ്ടാകും. വാസ്തവത്തിൽ മനസ്സ് തന്നെയാണ് എല്ലാത്തിൻ്റെയും ദോഷകാരിയായിട്ട് നിൽക്കുന്നത്. ഈ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്ന വാസനയാണ്, ഉജ്ജമ്പ വാസനയാണ് മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ഊർജം. അതുകൊണ്ടാണ് ഈ വാസനയൊക്കെ വാസ്തവത്തിൽ ഇതിനെ നല്ല വിവേക വിചാരം ചെയ്ത് ഇല്ലായ്മ ചെയ്യണം. ഇത് നമുക്ക് ശ്രേയസ്സിനെ തരുന്നില്ല, ഇത് നമുക്ക് അധോഗതിയെ ഉണ്ടാക്കുന്നു. ശാശ്വത മുക്തിക്ക് ഇത് നമുക്ക് ഗുണം ചെയ്യുന്നില്ല എന്ന് കരുതി മനസ്സ് അപ്പോൾ ആ പൂർവ്വവാസനയെ പ്രവർത്തിക്കുന്നതിനെ ഏത് രൂപത്തിലും തടയണം.
തടഞ്ഞ് നമ്മളിതിനെ കുറച്ച് സമയം നിൽക്കാമെങ്കിൽ അവർ പറയുന്നു ഈ വസ്തുതന്ത്രമായിട്ട് ജ്ഞാനം ഇതിൽ സംഭവിക്കും. ജ്ഞാനം ഉണ്ടായതുപോലെയാണ് നമുക്ക് തോന്നുന്നതെങ്കിലും വാസ്തവത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത് എപ്പോഴും. ജ്ഞാനസ്വരൂപം നിജബോധ തത്വം യോഗീന്ദ്രവന്ദ്യം ഭവരോഗ വൈദ്യം ശ്രീമൽ ഗുരു നിത്യമഹം നമാമി. ഇതാണ്. അപ്പൊ ഈ തൊമ്പതത്തിന്റെ ലക്ഷ്യമായിരിക്കുന്നത് നീയാണ്. അതുപോലെ തൽപദത്തിന് ലക്ഷ്യമായിരിക്കുന്നതും നീ തന്നെ. ആ നീ എന്ന് പറയുമ്പോൾ ഒന്ന് തൊമ്പത ലക്ഷ്യമായിട്ട് ജീവൻ, രണ്ട് തൽപത ലക്ഷ്യമായിട്ട് ഈശ്വരൻ. ആ ഈശ്വരന്റെ ലക്ഷ്യമായിട്ടാണ് ആ ബ്രഹ്മത്തെ പറഞ്ഞത്. ആ ജീവന്റെ ലക്ഷ്യമായിട്ട് ആ കൂടസ്ഥനെ പറഞ്ഞു. ഈ കൂടസ്ഥ ബ്രഹ്മങ്ങളുടെ ഐക്യത്തെയാണ് തത്വമസി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. ഈശ്വരനും ജീവനും ഒന്നാണെന്ന് പറയുന്നത് നമുക്കെന്താണ് വിശേഷം? കൃഷ്ണ, എന്റെ യുക്തി ഒന്ന് പറയാമെങ്കിൽ പറഞ്ഞാണ് കേൾക്കട്ടെ. ജീവനും ഈശ്വരനും അവർ തങ്ങളുള്ള ഐക്യം ലക്ഷ്യാർത്ഥത്തിലൂടെ അവരുടെ ഐക്യം പറഞ്ഞതുകൊണ്ട് നമുക്കെന്താണ് പ്രയോജനം? പറയാൻ പറ്റുന്നുണ്ടോ? കുറച്ച് ലോജിക്കൊക്കെ ഉണ്ടെങ്കിൽ വിചാരമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. തുല്യസമയം പറയാൻ പറ്റുമോ? എന്താണ് ഈ ഈശ്വരന്റെ ജീവനെ ഐക്യം കൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണം? അതൊന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ? ഏതോ ഒരു ഈശ്വരൻ ഏതോ ഒരു ജീവനല്ല. ഇതെല്ലാം നമ്മളെ പറ്റി പറയണം. താൻ തന്നെയാണ് ഈശ്വരനായിട്ടിരുന്നത്, താൻ തന്നെയാണ് ജീവനായിട്ടിരിക്കുന്നത്. ഇത് രണ്ടും ഒരേ ആത്മാ തന്നെയാണ്. ഉപാധി വശാലാണ് ഈശ്വര ജീവന്മാരെ ഇതിൽ ഉണ്ടായത്. പക്ഷെ ഇവരുടെ ഐക്യം പറയുന്നതിന്റെ ഗുണം എന്താണ്? പറയാൻ പറ്റുന്നുണ്ടോ കൃഷ്ണ? അതായത് അജ്ഞാനിയായിരിക്കുന്ന ജീവൻ ഗുരുവിനെ സമീപിച്ച് ശ്രവണമന്ന നിധ്യാസങ്ങൾ അഭ്യസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഗുരു പറഞ്ഞു കൊടുക്കും, ഇന്ന കണക്ക് നീ ആ നിഷ്ഠ ഇങ്ങനെ പഴകാൻ പറയും. പഴകുന്നതനുസരിച്ചാണ് അവർ 9 ലക്ഷ്യമായിട്ട് വരാൻ വേണ്ടിയിട്ട് ഉള്ള അഭ്യാസങ്ങളാണ് ഈ പറഞ്ഞു കൊടുത്തത്. ഈ ഉപാധിയെ നേടി ചെയ്ത് ഇതിൻ്റെ അവധിയിൽ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ പല സമയത്തും ഇങ്ങനെ കൺമൂടി ഈ നിലയിലേക്ക് അഭ്യാസം കൊണ്ടുവന്നു. ഫലമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഈ രീതിയിൽ ഇരുന്ന ഉടനെ തന്നെ ഇയാൾക്ക് ഈ നിർഗുൽപസമാധം സംഭവിച്ചു. അതാണ് വസ്തുതന്ത്രമായിട്ട് ജ്ഞാനം ഉണ്ടായത്. ഇതാണ് ജ്ഞാനം ഉണ്ടായത്. പക്ഷെ അവിടെ തന്നെ ഇരിക്കാൻ പറ്റുമോ? പ്രസന്നൻ കർമ്മം കിടക്കയിലെ അനുഭവിക്കാനുള്ള പ്രാരബ്ധം തടി രൂപത്തിൽ തന്നിരിക്കല്ലേ. ഇത് അനുഭവിക്കാനുള്ള അത്ര അനുഭവിച്ച് തീർക്കാതെ ഈ ജന്മം ഒടുങ്ങിയില്ലല്ലോ. അപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ സമാധി അവിടുത്തെ സമാധി അഴിഞ്ഞ് വീണ്ടും ഇയാള് പൂർവ്വസ്ഥിതിയിലേക്ക് വന്ന ഉടനെ തന്നെ പഴയ ആളല്ലേ ഇയാളില്ല ഈശ്വരത്വം വന്ന് നിറഞ്ഞു കഴിഞ്ഞു. മുമ്പ് എങ്ങനെ ഇരുന്നു? ആ ജീവത്വമായിട്ട് നിന്നത് മാറി ആ ഈശ്വരത്വം വന്ന് നിറഞ്ഞു. എല്ലാവരെയും സമഭാവനയിൽ കാണാനുള്ള ഒരു കാഴ്ച, ഒരു സമദർശനം ഉണ്ടായി. എല്ലാവരോടും സ്നേഹവും കാരുണ്യവും ദയവും വന്നങ്ങ് നിറഞ്ഞു. അത് ഈശ്വര പ്രകൃതമാണ്. ഇപ്പൊ ഇവിടെ സംഭവിച്ചത് ജ്ഞാനമാണെങ്കിലും അതിന്റെ ഫലമായിട്ട് തിരിച്ചയാൾ തിരിച്ചു വന്നോടനെ തന്നെ ആ ഈശ്വരത്വം വന്നങ്ങ് നിറഞ്ഞു. അങ്ങനെ അയാൾ ജീവിക്കും. അതാണ് അയാളുടെ ജീവിതം. ഈ തടി പോകുന്നത്, ഈ പ്രാരബ്ധം അവസാനിക്കുന്നവരെ ആ ഈശ്വരത്വത്തിൽ അയാൾ ജീവിക്കും. അതാണ് ജ്ഞാനികളെന്ന് പറഞ്ഞാൽ അവര് ഉണ്ണും ഉറങ്ങും. അവർ ഈ പറഞ്ഞ കണക്ക് ആരെങ്കിലും വല്ല കുഴമ്പോ വല്ല കൊടുത്ത് ദേഹത്തൊക്കെ പെട്ടും എല്ലാം ചെയ്യും. പക്ഷെ സാധാരണ നമ്മൾ ചെയ്യുമ്പോലെ അല്ല. അവരറിഞ്ഞു ഇത് പ്രാരബ്ധ വിശേഷം തീരുന്നത് വരെ ഇതിനെ എങ്ങനെയെങ്കിലും ഒരു ഉപായത്തിൽ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയി മറ്റാളുകൾക്ക് ഉപദ്രവമില്ലാത്ത വിധത്തിൽ അവർ ജീവിക്കും. ജീവിച്ച് ഈ തടി കൂടെ പോകുന്നതിനാണ് വിദേഹമുക്തി പദവി എന്ന് പറയുന്നത്. അതോടുകൂടി അവരുടെ ജീവൻ മുക്തി പദവിയിൽ നിന്നവർ വിദേഹമുക്തി, അതാണ് പരിപൂർണ മുക്തിയാണ് പറഞ്ഞത്. വിദേഹമുക്തി, ഈ മുക്തിയാണ്. ഇങ്ങനെയാണ് അവർ പോകുന്നത്. ഈശ്വരത്വത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഈശ്വരത്വം നമ്മളിൽ വന്ന് നിറഞ്ഞാൽ അതിനെ നേടിയേണ്ടി വരും. ഈ എല്ലാവരോടും കാരുണ്യവും
എല്ലാവരോടും സ്നേഹവും എല്ലാവരോടും ഇതൊക്കെ വന്നാൽ അതും ഒരു വൈകാരികത തന്നെ. അതിനെയും വെച്ച് വാഴിക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താ പറയുക, അത് ശുദ്ധി കുറവാണ്. അത് പക്ഷെ എങ്കിലും വിടാത്ത ലക്ഷണം കൊണ്ട് ഈശ്വര നേടി ചെയ്യാനായിട്ട് വേദം പറഞ്ഞിരിക്കുന്നു. വിടാത്ത ലക്ഷണം എന്ന് വെച്ചാൽ വന്നിരിക്കുന്ന കാര്യം വിടണ്ട, വന്നിരിക്കുന്ന ആ ഒരു സ്നേഹം, അന്യ ജീവികളോടുള്ള സ്നേഹം അത് വിടണ്ട. വിടാതെ തന്നെ ഈ ഈശ്വരന്റെ ഉപാധി വിടാതെ തന്നെ ഇതിന് ജ്ഞാനം ഉണ്ടാവുന്നതാണ്. എങ്ങനെ? ആ തൽപത ശോധന ചെയ്ത് ആ ബ്രഹ്മസാക്ഷാത്കാരമില്ലേ, ഇവര് രണ്ടുപേരും കൂടെ ഒന്നാണെന്ന് കാണുന്നതിനാണ് അസിബത ഐക്യം. ഇതാണ് നമ്മുടെ ശരിയായ ജ്ഞാനം. ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ അസിബത തങ്ങളിലുള്ള ഐക്യത്തെ. അപ്പൊ ആ ജീവനായിരുന്നതും ആ ഈശ്വരനായിരുന്നതും വാസ്തുവിൽ ഒന്ന് തന്നെയാണ്. ജീവനായിരുന്നപ്പോ എന്ത് പറ്റിയ? ഉപാധിയോട് ചേർന്നാണ് ജീവനായിട്ട് വന്നത്. ഉപാധിയോട് ചേർന്ന് തന്നെയാണ് ഈശ്വരനായിട്ട് വന്നത്. പക്ഷെ ജീവന്റെ ഉപാധികൾ ഹീന ഗുണമുള്ളത് കൊണ്ട് അതിനെ ഉപേക്ഷിക്കണം. എന്നാൽ ഈശ്വരന്റെ ഉപാധികൾ കല്യാണ ഗുണമുള്ളത് കൊണ്ട് അത് ഉപേക്ഷിക്കേണ്ട എന്നാണ്. അവിടെ ജ്ഞാനികൾ ആരും ഉപേക്ഷിച്ചിട്ടില്ല. നോക്കണം, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കാരുണ്യത്തോടു കൂടി അവരെ കാണും, അവരെ പിന്നെ അക്കോമഡേറ്റ് ചെയ്യും, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഏതൊക്കെ പഠിപ്പിക്കും. അവർ എന്ത് സഹായം ചെയ്യും. ചിന്മയാനസ്വാമി ഇതിന് ഉത്തമ ദൃഷ്ടാന്തമാണ്. ഇത് മനസ്സിലല്ലേ? ആരെങ്കിലും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. നമ്മൾ അതിശയിച്ചു പോകും, എന്തിനാണോ ഇവരിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് അതിനുള്ള യോഗ്യത എന്തെന്ന് നമുക്ക് അതിശയിച്ചു പോകും. കാരണം അറിയോ, അവരിൽ ഈശ്വരത്വം നിറഞ്ഞു പോയി. ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈശ്വരത്വത്തിൽ ഇയാൾ വന്നു. വാസ്തവത്തിൽ അവർ ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ടാണ് അവരെ നമ്മൾ ദീർഘ നമസ്കാരം ചെയ്യേണ്ടത്. ഇതൊക്കെ പാദമൊക്കെ കഴുകിയ തീർത്ഥം നമ്മൾ തന്റെ ശിരസിലൊക്കെ പ്രോഷ്ടിക്കുന്നതൊക്കെ എന്താണ്? വാസ്തവത്തിൽ അവര് ശരീരമല്ലവര്. ഇവരൊന്നും പറയില്ല. ഇത്ര ദേശികൻ മനുഷ്യനെന്ന് ധരിക്കല. ദേശികൻ മനുഷ്യൻ. അവരെ കാണാൻ നമ്മളെപ്പോലെ തന്നെ 2 കാലും 2 കൈയും എല്ലാം ഉണ്ടവർക്കും. ശ്രദ്ധിച്ചാൽ അവരും ഈ പറഞ്ഞ ഭക്ഷണം കഴിക്കും, പഠിക്കാറുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരും ചിലപ്പോൾ ദേഷ്യം ഇവിടെ ചെയ്യുന്നത് കാണാം. ചില സമയത്ത് കാണാം ഇവിടെ പൈസ കൊണ്ടുപോകണമെന്ന് പറയും. അപ്പം നമുക്ക് തോന്നും പൈസയോട് ഭയങ്കര അത്യാഗ്രഹം വിട്ടിട്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അവരെ സംബന്ധിച്ച് അവരൊന്നും ചെയ്യുന്നില്ല. അവർ സാക്ഷി രൂപമായുള്ള സ്ഥിതി അവർക്ക് ഏർപ്പെട്ടു. പിന്നെ ഈ പ്രാരബ്ധം ഇതിൽ നിന്നുകൊണ്ട് അത് ചെയ്യുന്ന കർമ്മങ്ങളെ കേവലം സാക്ഷിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ അവർ മാറിപ്പോയി. അവരല്ല ചെയ്യുന്നത്. ഈ പ്രാരബ്ധമാണ് അതിൽ, കർമ്മമാണ് അതിൽ നടക്കുന്നത്. അവരെ സംബന്ധിച്ച് ഈ കർമ്മം ഇതിൽ നടക്കുന്നതിന് ഒരു സിനിമ കാണുന്ന പോലെ ലാഘവത്തോടുകൂടി അവർ കണ്ടുകൊണ്ടിരിക്കും. ഭഗവത്സ്വാമി പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം അവരെ സംബന്ധിച്ച് ഒരു സിനിമയാണ്, അതൊരു നാടകം. അവർ പറഞ്ഞില്ല, ഈ മായാ നാടകത്തിനെ ഇങ്ങനെ നോക്കി ആനന്ദിച്ച് അങ്ങനെ ജീവിക്കുന്നതാണ് ഒരു ജ്ഞാനിയുടെ പ്രകൃതം. നമുക്ക് ആനന്ദിക്കാൻ അറിയാം, പക്ഷെ ഒപ്പം ദുഃഖിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ ജീവന്റെ പ്രകൃതം. എന്തിനാണ്? ചില കാര്യങ്ങൾ കാണുമ്പോൾ നല്ല സന്തോഷം തോന്നിയാലും ചിലരെ കാണുമ്പോൾ ഭയങ്കര കടുത്ത അവർഷവും ദുഃഖവും തോന്നും. കണ്ട, ഇത് വരരുത്. ഇതാണ് നമുക്കുള്ള ദോഷം, ജീവന്റെ ദോഷം. ഈശ്വരൻ അങ്ങനെയല്ല. ദുഃഖമാണെങ്കിലും ആനന്ദമായിട്ട് അതിനെ കണ്ടുകൊണ്ടിരിക്കും. ഈ ആനന്ദ രൂപമാണ് ഈശ്വരൻ്റെ. ഇത് വാസ്തവത്തിൽ ആ സത്വഗുണത്തിന്റെ ആണ്. സത്വഗുണം എന്ന് വെച്ചാൽ ആനന്ദമാണ്, അഖണ്ഡമാണ്, ആനന്ദമാണ്. ഇതൊക്കെ അവരുടെ പ്രകൃതമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് വിധത്തിലും ആ ഈശ്വരത്വം ഇതിൽ വരാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യും. അത് വരാതെ ഈ പ്രാരബ്ധം കർമ്മമില്ലാതെ അനുഭവിച്ച് തൊലയ്ക്കാൻ ആർക്കും സാധ്യമല്ല. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ കർമ്മം ചെയ്യും. ആയിരക്കണക്കിന് കർമ്മവൃത്തികളിൽ ഉണ്ടാവും. ആയിരക്കണക്കിന് ജന്മങ്ങൾക്ക് കാരണമായി അത് വരും. ഇങ്ങനെ ജന്മദുഃഖം, ജരാദുഃഖം, ജായാദുഃഖം, പുനഃ സംസാര സാഗരം ദുഃഖം. തസ്മാത് ജാഗ്രത ജാഗ്രത. കാമക്രോധഞ്ച ലോഭഞ്ച ദേഹേ തിഷ്ഠന്തി തസ്കരാഹ. ജ്ഞാനരത്നാപഹാരായ തസ്മാത് ജാഗ്രത ജാഗ്രത. ജന്മദുഃഖം, ജരാദുഃഖം, ജായാദുഃഖം, പുനഃ സംസാര സാഗരം ദുഃഖം. തസ്മാത് ജാഗ്രത ജാഗ്രത. ഇതൊക്കെ ഭഗവത്പാദര്
എഴുതി വെച്ചിരിക്കുന്ന കൃതികളാണ്. ബാധാനാസ്തി പിതാനാസ്തി നാസ്തി ബന്ധു സഹോദര അർത്ഥം നാസ്തി ഗ്രഹം നാസ്തി തത്മാ ജാഗ്രത ജാഗ്രത. ഗുണ്ടുകെട്ടിയ പദ്യങ്ങളെന്ന് അറിയാം. ഇത് നമ്മൾ നിത്യം പാരായണം ചെയ്യുന്ന പദ്യങ്ങൾ. സ്വാമിയുള്ളപ്പോൾ സ്വാമി എപ്പോഴും ഇതൊക്കെ പാരായണം ചെയ്യും. ഇപ്പൊ ഇവിടെ ആര് പാരായണം ചെയ്യും? ജ്ഞാനം എന്ന് വെച്ചാൽ ഒരു കുട്ടി പോലെ ഇരിപ്പല്ല, വിവേകമാണ്. ആ വിവേകത്തിനെ ഏത് രൂപത്തിലെങ്കിലും സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി എല്ലാം ചെയ്യും. ഇതൊക്കെയാണ് മഹത്തുക്കൾ ആചരിച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പൊ പറയണം, ഈ തൊമ്പതവും ഈ തൽപതവും അറിയേണ്ടതിന്റെ രഹസ്യം നമ്മളിവിടെ ചെറുതായിട്ട് വെളിവാക്കി. അജ്ഞാനത്തിൽ ജീവനായിട്ടിരുന്ന ആ നില മാറും. ജ്ഞാനം ഉണ്ടായിരുന്നതിന് ഈശ്വരത്വം ഇതുവരും. അതാണ് രണ്ട് നില. അപ്പൊ ഈശ്വരത്വം ജീവത്വം. പക്ഷെ ഈ രണ്ടും ഈ ത്വങ്ങളാണ്. ഈശ്വരത്വം ജീവത്വം ഇത് രണ്ടും മാറണം. ഒരുകൊണ്ട് പരിപൂർണമായിട്ട് മാറണമെങ്കിൽ ആ ഈശ്വരന്റെ ഉപാധിയെ നേടി ചെയ്ത് അതിൽ അവധിയിൽ പ്രകാശിച്ച ബ്രഹ്മവും ജീവന്റെ ഉപാധിയെ നേടി ചെയ്ത് അതിന്റെ അവധിയിൽ പ്രകാശിച്ച കൂടത്തിനും ഇത് രണ്ടും കൂടെ തങ്ങളിലുള്ള സമാനാധികരണ ഐക്യത്തെയാണ് ജ്ഞാനമായിട്ട് മുക്തിയായിട്ടും പറഞ്ഞത്. ഇതാണ് മുക്തി. പതുക്കെ ഇത് മനസ്സിലാക്കി വയ്യായിരുന്നു. ഇതിന്റെ കാര്യങ്ങൾ ചിന്തിച്ച് ഉണരണം. ഒരുപാട് കാര്യം നല്ല വിചാരവാന്മാർക്കാണ് ഇതൊക്കെ ഉപദേശിക്കുന്നത്. മനസ്സിലായി? പറഞ്ഞു, അന്തമം ജീവനീശ്വർ ഇവർകളെ വാച്യാർത്ഥം സന്തതം വേദം അവർക്ക് തമക്ക് ഐക്യം കൂടാതെ. ഈ ജീവനും ഈശ്വരനുമായിട്ട് ഒരിക്കലും ഐക്യമില്ല. കാരണം ഒന്ന് കിഞ്ചിഞ്ചൻ, ഒന്ന് സർവജ്ഞൻ. ഈ സർവജ്ഞത്വ ഉപാധികളുള്ള ഈശ്വരനും ഈ കിഞ്ചിഞ്ചത്വ ഉപാധികളുള്ള ജീവനുമായിട്ട് ഐക്യമില്ല. പക്ഷെ ഇവരിൽ തങ്ങളുള്ള ഐക്യം എങ്ങനെയാണ് തത്വമസി ബോധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവരുടെ ഉപാധി നേടി ചെയ്ത അതിന് അവധിയിലുള്ള ചൈതന്യ വിശേഷങ്ങൾക്ക് തന്നിലുള്ള ഐക്യം. ഇതിനെയാണ് സമാനാധികരണ സംബന്ധ ഐക്യം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ സ്വാമി നമുക്ക് പറഞ്ഞു തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. കാരണം സ്വാമിയുടെ ആ ശക്തി ഇതൊക്കെ സംസാരിച്ച് ഒരാളുടെ ഉള്ളിൽ കയറ്റാനുള്ള ഒരു ശക്തി അത് ഭയങ്കര. അത് പലയിടത്തും നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒരിടത്ത് അങ്ങനെ കിട്ടിയിട്ടില്ല. ഇതാണ് ചിന്മയാനന്ദ സ്വാമിയുടെ ഒരു വലിയ പ്രത്യേകത. 77ാമത്തെ പദ്യം. പേദമാൻ അതും കേളായി പേരാലും ഇടങ്കളാലും ഓതലും ഉപാധിയാലും ഉടലാലും ഉണർവിനാലും പാതലം വിശുമ്പും പോലെ പലദൂരം അകന്നു നിற்பாർ ആതലാൽ ഇവർക്കെന്നാളും ഐക്യമെൻപത് കൂടാതെ. പേദമാൻ അതും കേളായി പേരാലും ഇടങ്കളാലും ഓതലും ഉപാധിയാലും ഉടലാലും ഉണർവിനാലും പാതലം വിശുമ്പും പോലെ പലദൂരം അകന്നു നിற்பாർ ആതലാൽ ഇവർക്കെന്നാളും ഐക്യമെൻപത് കൂടാതെ. വ്യാഖ്യാനം. ഭേദമാൻ അതും കേളായി. ജീവേശ്വരന്മാർക്കുള്ള ഭേദമുണ്ടായിരിക്കുന്നതിനെയും നീ കേൾക്കുക. പേരാലും ജീവേശ്വരൻ എന്ന നാമങ്ങളാലും ഇടങ്ങളാലും പിണ്ടാണ്ടമെന്തും എന്ന സ്ഥാനങ്ങളാലും അണ്ടാണ്ടം പിണ്ടാണ്ടം ഇതാണ് സ്ഥാനങ്ങളാലും ഓതൊരു ഉപാധിയാലും സപ്ത അസത്ത് നിശ്ചയിച്ച് ചൊല്ലാൻ കഴിയാത്ത കാര്യകാരണ ഉപാധിയാലും ഉടലാലും വ്യഷ്ടി സമഷ്ടി രൂപമായ ശരീരാഭിമാനങ്ങളാലും ഉണർവിനാലും കിഞ്ചിഞ്ചത്വ സർവജ്ഞത്വങ്ങളാലും പാതലം വിശുംബം പോലെ പാതാളവും ദേവലോകവും പോലെ പല ദൂരം അകന്നു നിற்பாർ ബഹുദൂരം അകന്നു നിൽക്കും. അതിനാൽ ഇവർക്ക് ഈ ജീവേശ്വരന്മാർക്ക് എന്നാളും ഒരു കാലത്തും ഐക്യമെൻപത് കൂടാതെ ഈ ഐക്യം സിദ്ധിക്കില്ല. ജീവനും ഈശ്വരനും ഡയറക്റ്റ് ഐക്യമില്ല. നീ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ നീ ഈശ്വരൻ എന്നുള്ള ആയിട്ടുള്ള വ്യത്യാസവും ഒരാള് ജീവൻ എന്നുള്ള പേര് വേറെ, ഈശ്വരൻ എന്നുള്ള പേര് വേറെ. അതുപോലെ ഇടങ്ങൾ പിണ്ടാണ്ടവും അണ്ടാണ്ടവും ആ ഇടങ്ങൾ സ്ഥാനങ്ങൾ വേറെ. ഉപാധി സത്ത അസത്തിൽ നിശ്ചയിച്ച് ചൊല്ലാൻ പറ്റാത്തത് ഉപാധിയാൽ ഉടലാൽ വ്യഷ്ടി സമഷ്ടി ഉപാധി. ഇപ്പം ഈ ജീവൻ്റെത് വ്യഷ്ടി ഉപാധി, വ്യഷ്ടി ശരീരം അതാണ് ജീവന്റെ ഉപാധി. സമഷ്ടി ശരീരങ്ങൾ ഇതാണ് ജീവന്റെ ഉപാധി, ഈശ്വരന്റെ ഉപാധി. അപ്പൊ കിഞ്ചിഞ്ചത്വ സർവജ്ഞത്വങ്ങളാലും
പാതലം വിശുമ്പം പോലെ, പാതാളവും സ്വർഗലോകവും പോലെ പല ദൂരം അകറ്റി നിൽപ്പോൾ വളരെ ബഹുദൂര വ്യത്യാസം ഇതിനുണ്ട്. പരസ്പരം ഇതിന് ബഹുദൂര വ്യത്യാസം ഇതിനുണ്ട്. അതുകൊണ്ട് ഇത് തങ്ങളിലുള്ള ഐക്യം ഇല്ല, ഇതിന് ഐക്യമേ ഇല്ല. ഈശ്വരന്റെ ജീവന്മാർക്ക് പരസ്പര ഐക്യം ഇല്ല. എന്നാൽ ഇവർ ഒന്നാണെന്ന് അറിയാൻ വേണം. അതിനെന്താണ്? ഇവരുടെ ഉപാധി നേടി ചെയ്ത് ഇതിൽ അവധിയിൽ നിൽക്കുന്ന ആ ചൈതന്യ അംശത്തെ നോക്കിയാൽ ഇത് രണ്ടും ഒന്നാണെന്ന് കാണാം. അത് തന്നെയാണ് ഇതിന്റെ ഐക്യം. സാമവേദത്തിലുള്ള ചാന്തോക്യോപനിഷത്തിൽ ഉദ്ദാലക മഹർഷി തന്റെ പുത്രനായ ശ്വേതകേതുവിന് ജഗത്തിന് ഉൽപ്പത്തിക്ക് കാരണമായ ഈശ്വരനെ കാട്ടി തത്വമസി എന്ന് അരുളി ചെയ്തു. തത്ത് എന്നത് അത് ജഗതുൽപ്പത്തിക്ക് ഉണ്ടാക്കിയ സർവശക്തി, സർവജ്ഞത്വാദി ധർമ്മസഹിത ഈശ്വരൻ. ത്വം എന്നത് നീ, അല്പശക്തി, അല്പജ്ഞത്വാദി ധർമ്മങ്ങളുള്ള ജീവൻ. അസി എന്നത് ഇവിടെ അത് നീയായിരിക്കുന്നു എന്നും അതിന്റെ വാച്യാർത്ഥമാകും. ഇങ്ങനെ പറഞ്ഞതിനാൽ ഈശ്വരനും ജീവനും ഏകത്വം വാച്യാർത്ഥത്താൽ പ്രകാശിപ്പിച്ചത് ചേരുകയില്ല. എന്നാൽ ഈശ്വരൻ സർവശക്തിമാൻ, ജീവൻ അല്പശക്തിയുള്ളവൻ. ഈശ്വരൻ സർവജ്ഞൻ, ജീവൻ പരിച്ഛിന്നൻ. ഈശ്വരൻ സ്വതന്ത്രൻ, ജീവൻ കർമാധീനൻ. ഈശ്വരൻ പരോക്ഷൻ, ജീവൻ പ്രത്യക്ഷൻ. ഈശ്വരൻ മായയെ തന്റെ അധീനത്തിൽ വച്ചിരിക്കുന്നവൻ, ജീവൻ അവിദ്യ മോഹിതൻ. ഇവർ ഒന്നെന്ന് പറയുന്നത് അഗ്നി ശീതളം എന്ന് പറയുന്നത് പോലെ ആകുന്നു. അതിനാൽ വാച്യാർത്ഥത്തിന്റെ വിരോധം ഉണ്ട്. വാച്യാർത്ഥത്തിൽ ഇവർക്ക് ഐക്യമില്ലെന്ന്. അഗ്നി ശീതളം എന്ന് പറയാൻ പറ്റുമോ? പ്രശ്നം അതുപോലെയാണ് വ്യത്യസ്തം. ഇതുപോലെ പരസ്പര വിപരീത വ്യത്യാസം ഇതിലിരിക്കുക. അതുകൊണ്ടാണ് ജീവേശ്വരന്മാർക്കുള്ള ഐക്യം പറയാൻ പറ്റാത്തത്. ഇപ്പോൾ സാധാരണ പറയില്ലേ, നീ ജീവനല്ല, നീ ഈശ്വരൻ തന്നെയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയണമെങ്കിൽ തത്വമസി ഉപദേശം അതിൽ വരണം. വ്യക്തമായിട്ട് അതൊരു കാഴ്ചപ്പാട് വന്നാലേ അത് രണ്ടുള്ള ഐക്യം ഇതിൽ പറയാൻ പറ്റുള്ളൂ. സാധാരണ സാമാന്യമായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ, എല്ലാം ഈശ്വര സ്വരൂപങ്ങളാണ്. നമ്മൾ കോമണായിട്ട് പറയില്ലേ, വാസ്തവം തന്നെ. പക്ഷെ അതെങ്ങനെയാന്നുള്ളതാണ് തത്വമസി നമ്മളെ പഠിപ്പിക്കുന്നത്. ചൈതന്യ അംശമായിരിക്കുന്നത്, ഏകമായിരിക്കുന്ന ആ പരമാത്മാ തന്നെ, അത് തന്നെയാണ് ബ്രഹ്മമായിട്ട് ഇരിക്കുന്നത്. മഹാകാശവും ഘടാകാശവും പോലെ, ഘടം ഉണ്ടാകുന്നതിന് മുമ്പും ആ ഘടാകാശം അതിൽ പ്രവേശിക്കുക, വിളിച്ചു വരുത്തിയോ ക്ഷണിച്ചു വരുത്തിയോ ഒന്നുമല്ല. ആ ഘടാകാശം ഒന്ന് വ്യവഹരിക്കുമ്പോഴും അത് മഹാകാശം തന്നെയാണ്, അല്ലേ? വ്യത്യാസമുണ്ടോ? അപ്പൊ നമ്മൾ ഈ മഠം ഉണ്ടാക്കുന്നതിന് മുമ്പും ഈ മഠാകാശമെന്ന് നമ്മളിപ്പോൾ വ്യവഹരിക്കുമ്പോഴും ഇത് മഠാകാശമാണോ? ഇത് മഹാകാശം തന്നെയാണ്. വാസ്തവത്തിൽ ഈ മഠം എന്നുള്ള ഉപാധിയാണ് ഇതിനെ പരിച്ഛിന്നമാക്കി മഠാകാശമാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. ഉപാധിയാണ്. ആ ഉപാധി വിട്ടുകഴിഞ്ഞാൽ ഇത് വാസ്തവത്തിൽ ആകാശം തന്നെ. ആ ജീവന്റെ ആ ഉപാധി വിട്ടുകഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇത് ബ്രഹ്മം തന്നെ എന്നുള്ള അനുഭവമാണ് ഇതിൽ പ്രവേശിക്കുന്നത്. കേൾക്കുകയോ ചിന്തിക്കുകയൊന്നും അല്ല. ഇതിന്റെ അനുഭവം ഇതിൽ വന്ന് വിളയാടാൻ തുടങ്ങും. ഇതാണ് ആ പൂർണ്ണത. ജ്ഞാനികൾക്കുണ്ടായിരിക്കുന്ന ആ പൂർണ്ണത അവർക്ക് മാത്രമേ ഉപദേശിക്കാൻ അധികാരമുള്ളൂ. കാരണം അവർക്ക് മാത്രമേ അസൂയ, കുശുമ്പ്, കുണ്ടണി ഇല്ലാതെ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. മറ്റുള്ളവർക്കെല്ലാം എങ്ങനെ തോന്നുന്നു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കണ്ട, അങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ആസ്വദിക്കണ്ട എന്നൊക്കെ തോന്നിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ആ ഉദാരതയൊക്കെ വാസ്തവത്തിൽ ജ്ഞാനം ഉണ്ടായതിൻ്റെ പരിണിത ഫലങ്ങളാണ്. അവർക്കും ഇതിൽ ഒരു റോളും ഇല്ല. ഒരിക്കൽ ചിന്മാൻ സ്വാമിയോട് നമ്മുടെ ദേവി ചേച്ചി ചോദിച്ചു ഒരു കാര്യം, എന്തിനാണ് എടുത്തു പറയണത്? അവർക്കും ഇതിലൊരു റോളും ഇല്ല. അപ്പൊ ഇതിനൊക്കെയുള്ള അനവധി കാര്യങ്ങളില്ലാത്തതുണ്ട് കേട്ടോ, സൂക്ഷ്മത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ വേറെ ഒന്നുമല്ല, ഒരു ജ്ഞാനിക്ക് ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല. പക്ഷെ ആ ജ്ഞാനിക്ക് സ്വന്തമായിട്ട് ഈ കർത്തൃത്വ ബുദ്ധിയിലല്ല ചെയ്യണത്, അവരാ ഈശ്വര ബുദ്ധിയിലിരുന്ന് ചെയ്യണം. അത് ചെയ്യേണ്ടതേ ചെയ്യും. അതെ, നമ്മളെ കണ്ടിട്ടുണ്ട് കൃഷ്ണനായിട്ട് അവതരിച്ച് പരമാത്മ സ്വരൂപമായിട്ട് എത്ര പേരെ അനുഗ്രഹിക്കാൻ പറ്റി. എല്ലാവർക്കും വേണമെങ്കിൽ തലയിൽ കൈവച്ച് ജ്ഞാനം കൊടുത്തുകൂടെ? അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ആ
ആ കർമ്മഗതിക്ക് അനുസരിച്ച് എല്ലാം നടക്കുള്ളൂ. എങ്കിലും എന്തോ ഒരു പ്രത്യേകത അവർക്ക് വേണമെങ്കിൽ ചെയ്യാം, എക്സ്ട്രാ അല്ലേ ഉണ്ടോ അവർക്കൊരു. കാരണം കൊച്ചു പരമേശ്വര സ്വാമി പറഞ്ഞു, എഞ്ചിനീയറായി നിങ്ങൾ സന്നത്ത് കൊടുക്കുമെന്ന് പറയും, പറ്റില്ലെന്ന് പറയുന്നു ഈശ്വരനോട് വാദിക്കാൻ പറയും. ഇതൊക്കെ കൊച്ചു പരമേശ്വരൻ പറഞ്ഞു കൊടുത്താൽ മൂപ്പരക്കെന്ന് പറഞ്ഞുകൂടാ, ഏത് ഇങ്ങനെയൊക്കെ വാദിക്കണം. എല്ലാ സത്യഗുണമെന്ന് പറഞ്ഞാൽ പാവമാണ്. ഇത്രയും ഒരു സാധു ഒരാളിനെ ലോകത്ത് കാണാൻ കിട്ടില്ല. എല്ലാവരോടും സ്നേഹവും വിനയവും എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ വിനയമാണ്. നമുക്കൊക്കെ ആക്കണമെങ്കിൽ ഒന്നുമില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇവരെയൊക്കെ കണ്ടും കേട്ടും വന്നിട്ടും ആ ഒരു എളിമത്വവും ആ ഗുരുക്കന്മാരെ ആദരിക്കുന്ന ഒരു പ്രകൃതവും അങ്ങനെ തിരിഞ്ഞു കൊണ്ടുവന്നവരെ നമ്മളൊക്കെ അല്ലേ. വിക്രമൻ, ഗുരുസ്വാമി, കൃഷ്ണപ്രസാദ്, പിന്നെ ഈ അടിയനുണ്ട്. ആ എല്ലാം ഇതിന്റെ പ്രോഡക്റ്റുകളല്ലേ. ഇത് നിങ്ങൾ വിചാരിക്കും പോലെ അല്ല. ഇത് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എത്ര പേരെ മുക്തനാക്കാൻ പറ്റി? അദ്ദേഹത്തിന് സമീപിച്ച വിതുരര്, ഉദ്ധവര്, വിതുരര്, പിന്നെ ഇതിന് പറഞ്ഞ അർജുനൻ കൂടെ നടക്കുകയാണ്. അവരെയൊക്കെ ഉദ്ധരിച്ചു. നമ്മളെ കാഴ്ചപ്പാടല്ലത്. അവരെ നോക്കിയാൽ, അവര് സ്പർശിച്ചാൽ, അവര് സങ്കല്പിച്ചാൽ അവർ ഉദ്ധരിച്ചു. ഒരു മാറ്റവുമില്ല അതിൽ. പക്ഷെ ആ പ്രാരബ്ധ വിശേഷം ഇരുന്നുകൊണ്ട് പിന്നെയും ഓരോന്നൊക്കെ അവരെ കൊണ്ട് ജയിപ്പിക്കും. അത് കാണുന്ന നമ്മളെ പോലുള്ള പ്രാകൃതന്മാർ വിചാരിക്കുക ആയി വിദ്യാലയത്തിൽ മറ്റേ അതേ സ്വഭാവത്തിൽ തന്നെ പിന്നെയും നിൽക്കണമെന്ന് തോന്നും. അങ്ങനെയല്ല, അവരെ ഉദ്ധരിച്ച് അവരുടെ സങ്കല്പം തന്നെ ഉദാഹരണം. മനസ്സിലായില്ലേ? ഇത് നമ്മുടെ കാഴ്ചപ്പാടുകളെ നമ്മൾ മാറ്റണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാണുന്നതല്ല, നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നമ്മുടെ വാസനയ്ക്കൊത്താണ് കാണുന്നത്. നമ്മുടെ ആ വാസന മാറി നമ്മൾ ആ ജ്ഞാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അതില്ലേ, ഒരു ജ്ഞാനി അറിയണമെങ്കിൽ ഒരു മഹാജ്ഞാനിക്ക് സാധിക്കും. നമുക്ക് പറ്റില്ല. ഇതൊക്കെ ഏതോ ഭാവത്തിൽ അവരെല്ലാം ഉന്നതമായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഈ ആസ്തിയിൽ എല്ലാവരും ഉണ്ട്. ഒത്തിരി മോശമാണ്. നോക്കണം, അവരുടെ ആ ഒരു നിശ്ചയദാർഢ്യവും അവരുടെ ആ ഒരു ഇതിനോടുള്ള പ്രതിബദ്ധതയും എത്ര ചെറിയ സാധാരണയാണ്. പിന്നെ അവർ കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് അവർ ആ പ്രാരബ്ധം അവർ പോയി അനുഭവിക്കും. ഞാൻ മുങ്ങി. അത് ഒന്നാമത്തെ ഒരു സന്യാസിയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മൂപ്പരിക്ക്. പക്ഷെ പ്രാരബ്ധം പഠിച്ചെടുത്തോണ്ടോ ഇങ്ങനെ കൊണ്ട് കുറെ പോയി. അപ്പൊ അതിന്റെ പുറകെ നിന്നാലും ഇതിനോടുള്ള അഭിരുചി വിടാത്തതുകൊണ്ട് ഇവിടെ വരികയും വേണ്ട കാര്യങ്ങൾ ചെയ്യല്ലേ. പ്രാരംഭത്തെ അറിയാമോ, നമ്മൾ ഈ ശരീരം എന്ന് പറയുന്നത് പാപം വന്ന കർമ്മങ്ങൾ അനുഭവിക്കാനായിട്ട് ഈശ്വരൻ തന്നിരിക്കുകയാണ്. നമുക്ക് വിളഞ്ഞ കർമ്മങ്ങളും വിളയാത്ത കർമ്മങ്ങളും ഒരുപാട് കാരണ ശരീരത്തിൽ അടിഞ്ഞിരിക്കുകയാണ്. കുറച്ചെടുത്ത് നീ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു തഥാസ്തു. ഒരു മനുഷ്യജന്മമാണ്, ചിലപ്പോൾ മൃഗജന്മമാണ്, പക്ഷിജന്മം, എല്ലാം ഓരോ ജന്മങ്ങളാണ്. വന്നിട്ട് അതിനകത്തിരുന്ന് അനുഭവിക്കാനുള്ളത് അത്രയും അനുഭവിച്ച് തീർക്കുക തന്നെ വേണം. വിവേകമുണ്ടായി പുണ്യശാലികൾ ഇതിന്റെ ഇടയിൽ കൂടെ ജ്ഞാനത്തിലേക്ക് ശ്രമിക്കും. അതിന് ഈശ്വരന് തടയാൻ പറ്റില്ല. കർമ്മങ്ങൾക്ക് തടയാൻ പറ്റാത്ത ഒന്ന് ജ്ഞാനത്തിലേക്ക് ഇയാൾ വരുന്നതാണ്. പക്ഷെ എങ്കിലും ജ്ഞാനത്തിലേക്ക് വരാൻ ഭാവിക്കുമ്പോൾ ആ പ്രാരബ്ധത്തെ ഒന്ന് പെട്ടെന്ന് അനുഭവിച്ച് തീർക്കാൻ വേണ്ടി പടപടോന്ന് ഒരുപാട് ദുരിതങ്ങൾ കൊടുക്കും. ഇപ്പൊ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യം പലതാണ്. മനസ്സിലായി? ഇതിലോട്ട് വരണമെങ്കിലേ ഇതിലോട്ട് ഗ്രിപ്പ് കിട്ടണ്ടേ? ആ ഗുരു അനുഗ്രഹിക്കുന്നു. ഗുരു എന്ന് വെച്ചാൽ ശക്തമായിട്ട് അതിന്റെ പ്രബലമായ ഭാഗങ്ങൾ ഗുരു എടുത്തുകളയും. ഗുരു അല്ലെങ്കിൽ അത് ആരാണോ പറഞ്ഞ അവരൊക്കെ എടുക്കും. അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ. പക്ഷെ ദോഷമില്ല, നല്ല കാര്യം. കാരണം എന്തായാലും ഒരു ജീവന് ഒരു ഊർജ്ജഗതി പ്രദാനം ചെയ്യാനായിട്ടാണ് ഉദ്ദേശ ശുദ്ധിയോടുകൂടിയാണ് ചെയ്തതുകൊണ്ട് ഇത് പറഞ്ഞവനും കുഴപ്പമില്ല, ഇത് ചെയ്താലും കുഴപ്പമില്ല, എല്ലാവരും രക്ഷപ്പെടും. പക്ഷെ കുറച്ച് കഷ്ടതകളുണ്ട് കേട്ടോ, എല്ലാവർക്കും അങ്ങനെ. പക്ഷെ ഇതിനെ തരണം ചെയ്യണം. ഇട്ടെറിഞ്ഞോടിക്കളായത്. ഇതാണ് ടിക്കറ്റ് എടുത്തു കപ്പലിൽ കയറ്റി സ്വാമി. പരീക്ഷകൾ ഇനി എന്തൊരു എടുത്ത് ചാടികളയാതിരുന്നാണ് അല്ലല്ലോ. ഇനി എടുത്ത് ചാടികളായിരിക്കും, ചാടിയാൽ പോയി. ഇതാണ് നമ്മളൊരു അനുഷ്ഠാനം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായ ഒരു പുണ്യവർദ്ധനവ് ഇതിന് വേണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പുണ്യവും ഈ പറഞ്ഞവരുടെ ഒക്കെ പുണ്യവും ഒക്കെ എടുക്കും.
അതൊക്കെ ഒരു പുണ്യം എടുത്താണ് ആ അനുഷ്ഠാനം ഇതിൽ വരുന്നത്. പക്ഷെ അത് നമ്മൾ സേഫായെന്നാണ് അർത്ഥം. പിന്നെ ഇതിൽ വരുന്ന ചില ദുഷ്ടദുഃഖങ്ങൾ അനുഭവിച്ച് പറ്റും. നമ്മൾ പൂജകൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണത്. അത് അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലരും കിടന്ന് പൂക്കിട്ടിക്ഷ ഇതിനെയൊക്കെ വരച്ചിട്ട് പോകുന്നത്. കാര്യം അതിനുശേഷം ഒരു പരിധി കഴിഞ്ഞ അവിടെ വിട്ട് സ്വതന്ത്രമാക്കിയിട്ട് പിന്നെ അവന് വേണ്ട അനുകൂലമായ കാര്യങ്ങളിലേക്ക്